സൊല്യൂഷൻ്റെ അവസാന ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. നമ്പർ 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, സെക്കൻഡ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, തേർഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഇനി 4ാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ടേമാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. സോൾവെൻറ്റ് മോളിക്യൂൾ സോൾവെൻറ്റ് സൈഡിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സൊല്യൂഷൻ സൈഡിലേക്ക് പോകുന്നു. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇത് പോകുന്നത് ഒരു പ്രത്യേക മീഡിയം വഴിയാണ്. ആ മീഡിയത്തിൻ്റെ പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിനകത്ത് നമ്മൾ ഈ വട്ടം അത് വാട്ടറിനെയും കുറച്ച് വലുതായിട്ട് കാണിച്ചിരിക്കുന്നത് ഷുഗറിനെയാണ്. അപ്പോൾ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാകും സോൾവെൻ്റായ വാട്ടറിന് സൈസ് കുറവാണ്, സൊല്യൂട്ടായ ഷുഗറിന് സൈസ് കൂടുതലാണ്. പിന്നെ നടുക്ക് നമ്മളൊരു മീഡിയം വെച്ചിട്ടുണ്ടല്ലേ, ഇറ്റ് ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? സൈസ് കുറഞ്ഞ ആൾക്കാർ വാട്ടർ മോളിക്യൂൾസ് ഈ SPM വഴി എങ്ങോട്ട് പോകുന്നുണ്ട്? അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം സൈസ് കൂടിയ ആൾക്കാർക്ക് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ് SPM? ഇറ്റ് ഈസ് ദ മീഡിയം ദാറ്റ് അലൗസ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ബട്ട് പ്രിവെൻറ്റ് ദ പാസേജ് ഓഫ് എന്ത് മോളിക്യൂൾസ് ആണ്? സൊല്യൂട്ട് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓസ്മോസിസ്. വെൻ എ പ്യുവർ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ ആർ കെപ്റ്റ് വിത്ത് എ SPM സെമി പെർമിയബിൾ മെംബ്രെയിൻ ബിറ്റ്വീൻ ദം, then the solvent particles pass through the membrane from the solvent side to solution side. നമ്മൾ പറഞ്ഞു എപ്പോഴും പോകുന്നത് സോൾവെൻറ്റ് സൈഡിൽ നിന്നും എങ്ങോട്ടാണ്? സൊല്യൂഷൻ സൈഡിലേക്കാണ്. കാര്യം സോൾവെൻറ്റിന് എന്ത് കുറവാണ്? സൈസ് കുറവാണ്. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് ഓസ്മോസിസ്. ഇപ്പം നിങ്ങളോട് ആദ്യം പഠിക്കേണ്ട ടേമാണ് ഓസ്മോസിസ്. ഇനി എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ? ഇറ്റ് ഈസ് എ മെംബ്രെയിൻ that allows only small molecules to pass through and blocks the larger solute molecules. നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു മീഡിയമാണ് which allows the passage of smaller solvent molecules but prevent the passage of bigger solute molecules. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? നിങ്ങൾ ആലോചിക്കുക. ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെയും സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂഷനുണ്ട്, SPM ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം? ഒന്ന് വരച്ച് കാണിച്ചു തരാം. യൂഷ്വലി ഈ സോൾവെൻറ്റ് മോളിക്യൂൾസിന് സൈസ് കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് SPM വഴി എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടേക്ക് പോകും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സോൾവെൻറ്റ് സൈഡിൽ ഒരു പ്രഷർ താഴേക്ക് അപ്ലൈ ചെയ്യുന്നു. താഴേക്ക് കാണിച്ചേക്കാണ്. അപ്പോൾ ഒരു പിസ്റ്റൺ ഘടിപ്പിച്ച് താഴേക്ക് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് എന്ത് കൊടുക്കുന്നു? ഒരു പ്രഷർ കൊടുക്കുന്നു. അതോടെ ആരോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ? ആ പ്രഷർ വഴി ഈ സോൾവെൻ്റ് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഷർ മൂലമാണ് ഇവരിങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യുന്നത് ഈ സൈഡിൽ സൊല്യൂഷൻ സൈഡിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ്. ആ പ്രഷർ എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഫീൽ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ പൈ കൂടുതലാണ്. പൈ എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്നൊരു പ്രഷറാണ്. അപ്പോൾ ആ പ്രഷർ അങ്ങോട്ടാണ് കൊടുക്കുന്നത്? താഴേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും കാണാൻ സാധിക്കുന്നത്? ഒന്ന് ചിന്തിക്കൂ. നമ്മൾ ഈ സൈഡിലേക്കാൾ പ്രഷർ കൂടുതൽ ഈ സൈഡിൽ കൊടുക്കുന്നു. എന്ത് മാറ്റമായിരിക്കും? അതായത് ഇവിടെ താഴേക്ക് സൊല്യൂഷൻ സൈഡിൽ താഴേക്ക് പ്രഷർ കൂടുന്നതനുസരിച്ച് സോൾവെൻ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷനകത്തേക്ക് പോകുന്ന ആൾക്കാരെണ്ണത്തിൽ കുറവ് സംഭവിക്കും. ശരിയല്ലേ? കാര്യം സൊല്യൂഷൻ സൈഡിൽ പ്രഷർ കൂടുതൽ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് കയറുന്ന ആൾക്കാരെണ്ണം കുറയും. ഒരു പ്രത്യേക പ്രഷർ ആകുന്ന സമയത്ത് ഈ സോൾവെൻ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് കയറുന്ന ആൾക്കാരെ എണ്ണം നിലയ്ക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുത്ത പ്രഷർ അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിൻ്റെ സിമ്പിളാണ് പൈ.
ദി എക്സസ് പ്രഷർ ഈക്വൽ ടു ദി ഓസ്മോട്ടിക് പ്രഷർ മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. കണ്ട, ഈ ഓസ്മോസിസ് എന്ന പ്രതിഭാസം നിലയ്ക്കണമെങ്കിൽ നിങ്ങളൊരു പ്രഷർ എവിടെ കൊടുക്കണം? സൊല്യൂഷൻ സൈഡിൽ കൊടുക്കണം. ആ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഇറ്റ് ഈസ് ദ പ്രഷർ അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ് ജസ്റ്റ് ടു പ്രിവെൻറ്റ് എന്താണ്? ഓസ്മോസിസ്. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഡിലീറ്റ് ചെയ്യാണ്. ഇനി നോക്കുക, ഇതിൻ്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ പോവുകയാണ്. കാര്യം ഓസ്മോട്ടിക് പ്രഷർ എന്ത് പ്രോപ്പർട്ടിയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഡെറിവേഷൻ വേണം അല്ലേ? ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആർക്ക് മാത്രമാണുള്ളത്? ഓൺലി ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മൊളാരിറ്റി, സിമ്പൽ സി, ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ക്യാപിറ്റൽ ടി. ദാറ്റ് ഈസ് പൈ പ്രൊപ്പോർഷണൽ ടു സി ആൻഡ് ടി. ശരിയല്ലേ? ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന് പറയുന്നത് സിക്കും ടിക്കും എന്താണ്? പ്രൊപ്പോർഷണലാണ്. ഓർ പൈ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു സി ഇൻറ്റു ടി, ദാറ്റ് ഈസ് സി ആർ ടി. അപ്പോൾ പൈ സമം എന്താണ്? സി ആർ ടി. ഹിയർ പൈ ഈസ് ദി ഓസ്മോട്ടിക് പ്രഷർ, ആർ ഈസ് ദി ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ മോളാർ മാസ് കണ്ടുപിടിക്കാം? വി നോ ദാറ്റ് സി, മൊളാരിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ യൂണിറ്റ് വോളിയം. അപ്പോൾ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? N2/V. കാര്യം മൊളാരിറ്റിക്ക് പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം. അപ്പോൾ പൈ ഈക്വൽസ് N2/V ഇൻറ്റു ആർ ഇൻറ്റു ടി. ബട്ട് വി നോ ദാറ്റ് N2 ഈക്വൽസ് W2/M2. അപ്പം ഈ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴെങ്ങനെ കിട്ടും? പൈ വി ക്രോസ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ പോകും. പൈ വി ഈക്വൽസ് W2 മുകളിൽ ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ M2. ദെയർഫോർ നമുക്ക് എന്താ വേണ്ട? മോളാർ മാസ് M2 ഈക്വൽസ് W2 RT ബൈ പൈ വി. ഈ ഡെറിവേഷൻ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. ഇനി എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? If two solutions have same osmotic pressure, then they are called isotonic solution. രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. എന്താണ് ഹൈപ്പർട്ടോണിക്? ഹൈപ്പോട്ടോണിക്. If the given solutions have lesser OP than the other, നമ്മൾ എടുത്തേക്കുന്ന സൊല്യൂഷന് ഓസ്മോട്ടിക് പ്രഷർ കുറവാണ് റെസ്പെക്ട് ടു ദി അതർ സൊല്യൂഷൻ. അപ്പം കമ്പയർ ചെയ്യുന്ന മറ്റതുമായി അതർ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷന് ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഹൈപ്പോട്ടോണിക്. അപ്പോൾ എന്തായിരിക്കും ഹൈപ്പർട്ടോണിക്? ഇഫ് ദ ഗിവൺ സൊല്യൂഷൻ ഹാസ് ഗ്രേറ്റർ ഒ പി ദാൻ ദി അതർ, ഇറ്റ് ഈസ് കാൾഡ് ഹൈപ്പർട്ടോണിക്. ഹൈപ്പോ മീൻസ് നമ്മുടെ സൊല്യൂഷന് കുറവ്, ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊല്യൂഷന് കൂടുതൽ. തിരിഞ്ഞു പോകരുത്. ഒരു കമ്പാരിസണാണ്, രണ്ട് സൊല്യൂഷനായിട്ടുള്ള കമ്പാരിസൺ. ഈ രണ്ട് സൊല്യൂഷനും ഒരേ ഒ പി ആണെങ്കിൽ ഐസോട്ടോണിക്ക്. ഒരാൾക്ക് കുറവും ഒരാൾക്ക് കൂടുതലുമാണെങ്കിൽ നമ്മുടെ സൊല്യൂഷന് കുറവ്, ദെൻ ഇറ്റ് ഈസ് ഹൈപ്പോ. നമ്മുടെ സൊല്യൂഷന് കൂടുതൽ, ദെൻ ഇറ്റ് ഈസ് ഹൈപ്പർ. അത്രയും കിട്ടുമല്ലോ. നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? ആലോചിക്കുക. കുറച്ചുകൂടെ പറഞ്ഞൊരു കാര്യം, സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന പ്രഷർ കൂടുന്നതനുസരിച്ച് സോൾവെൻ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷനകത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കും. അതിൻ്റെ പേരാണെന്ത്? ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷറിന് കൊടുത്ത ഒരു പ്രഷറുണ്ട്, ആ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു പ്രഷറുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രഷർ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കൂ. ഫിഗറിലേക്ക് നമുക്ക് വരാം. അങ്ങനെ കൊടുത്താൽ ഇവിടെ കൊടുക്കുന്ന പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് ഇറങ്ങി SPM വഴി അപ്പുറത്തേക്ക് പോകും. ശരിയല്ലേ? നിങ്ങൾ കൂടുതൽ പ്രഷർ ഇവിടെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സോൾവെൻ്റ്
SPM വഴി നേരെ തിരിച്ച് സോൾവെൻറ്റിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഇഫ് എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്, ദ സോൾവെൻറ്റ് മോളിക്യൂൾസ് പാസ് ഫ്രം സൊല്യൂഷൻ ടു സോൾവെൻറ്റ് ത്രൂ SPM വിച്ച് ഈസ് കാൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ക്ലിയർ അല്ലേ? നോട്ടിലേക്ക് വരാം. ഇഫ് എ പ്രഷർ greater than osmotic pressure is applied to the solution side, the solvent will flow from solution to the pure solvent through SPM. This is called reverse osmosis. ഇത് വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. ഉപ്പ് വെള്ളത്തിൻ്റെ ശുദ്ധീകരണം ആലോചിക്കുക. ഉപ്പുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിനകത്തുള്ള നല്ല ഫ്രഷ് വാട്ടർ സോൾവെൻ്റ് എന്ന് പറയുന്നത് SPM വഴി അപ്പുറത്തെ ചേമ്പറിലേക്ക് ചാടിപ്പോവും. അപ്പോൾ ഉപ്പ് മാത്രം ഒരു സൈഡിൽ കിടക്കുകയും നല്ല വെള്ളം എല്ലാം കൂടെ സോൾവെൻ്റ് സൈഡിലേക്ക് ഒഴുകി പോവുകയും ചെയ്യും. അങ്ങനെ ഉപ്പ് വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പ് ഇല്ലാതാക്കി മാറ്റാം, അല്ലെങ്കിൽ ശുദ്ധവെള്ളമാക്കി മാറ്റാം. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്, ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. വെൻ എ പ്രഷർ more than osmotic pressure is applied, pure water is squeezed out, എന്ന് വെച്ചാൽ അവിടെ നിന്ന് വേർതിരിയുന്നു എന്നാണ്, ഫ്രം ദ സീ വാട്ടർ ത്രൂ ദി SPM. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ നിന്നും പ്യുവർ വാട്ടർ സ്ക്യൂസ് ഔട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു നല്ല വെള്ളത്തെ. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, വിച്ച് ഈസ് കാൾഡ് ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. പഠിച്ചോണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അബ്നോർമൽ മോളാർ മാസ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മോളാർ മാസിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ പകുതി നമുക്ക് ലാബിൽ കിട്ടുന്നു. നിങ്ങൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ മോളാർ മാസാണ് കണ്ടുപിടിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ പേപ്പറിൽ നിങ്ങൾ കിട്ടിയ മോളാർ മാസ് നമ്മൾ അടിയിൽ വരയൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ലാബിൽ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ കിട്ടിയ മാസിൻ്റെ ഇരട്ടി ലാബിൽ കിട്ടുന്നു. അപ്പോൾ അവിടെ ഒരു അബ്നോർമാലിറ്റി ഇല്ലേ, വിച്ച് ഈസ് കാൾഡ് അബ്നോർമൽ മോളാർ മാസ്. അതിന് എത്ര കാരണങ്ങളാണ്? 2 കാരണങ്ങളാണ്. ഡ്യൂ ടു മോളിക്കുലാർ അസോസിയേഷൻ, സെക്കൻഡ് ഡ്യൂ ടു മോളിക്കുലാർ ഡിസോസിയേഷൻ. അപ്പോൾ എന്താണ് അബ്നോർമൽ മോളാർ മാസ്? വെൻ ദി മോളാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്റ്റഡിയിങ് എനി ഓഫ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കംസ് ഔട്ട് ടു ബി ഡിഫറൻറ്റ് ദാൻ ദി തിയററ്റിക്കലി എക്സ്പെക്റ്റഡ് വാല്യൂ, ദ സബ്സ്റ്റൻസ് ഈ സെറ്റ് ടു ഷോ അബ്നോർമൽ മോളാർ മാസ്. പേപ്പറിൽ തിയറി പ്രകാരം കിട്ടിയ വാല്യൂവിൻ്റെ ഇരട്ടി ലാബിൽ കിട്ടുന്നു. അങ്ങനെ വരുന്ന കേസ് നമുക്ക് പറയാം ആ സൊല്യൂട്ടിന് എന്തുണ്ട്? അബ്നോർമൽ മോളാർ മാസ് ഉണ്ട്. അതിന് എത്ര കാരണങ്ങളാണ്? 2 കാരണങ്ങൾ. ഒന്നെന്താണ്? അസോസിയേഷൻ, സെക്കൻഡ് എന്താണ്? ഡിസോസിയേഷൻ. ഈ അസോസിയേഷനും ഡിസോസിയേഷനും മൂലം നമുക്ക് മനസ്സിലായി തിയററ്റിക്കലി കിട്ടുന്ന മോളാർ മാസ് എവിടെ കിട്ടാറില്ല? ലാബിൽ കിട്ടാറില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വാൻ ഹോഫ് എന്ന സയൻറ്റിസ്റ്റ് ഒരു ഫാക്ടർ കൊണ്ടുവന്നു. ദാറ്റ് ഫാക്ടർ ഈസ് കാൾഡ് വാൻ ഹോഫ് ഫാക്ടർ ആൻഡ് സിമ്പിൾ I എന്നാണ്. അപ്പം അബ്നോർമൽ മോളാർ മാസ് മൂലമുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വാൻ ഹോഫ് ഒരു ഫാക്ടർ മുന്നോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് വാൻ ഹോഫ് ഫാക്ടർ. അതിൻ്റെ സിമ്പിൾ എന്താണ്? I എന്നാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. I കണ്ടുപിടിക്കുന്നത് നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നോർമൽ മോളാർ മാസ് മീൻസ് പേപ്പറിൽ കിട്ടിയ വാല്യൂ, അബ്നോർമൽ എന്ന് പറയുന്നത് ലാബിൽ കിട്ടിയ വാല്യൂ. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ ആ കിട്ടുന്ന വിലയായിരിക്കും ഐയുടെ വാല്യൂ. അല്ലെങ്കിൽ I ഈക്വൽസ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് മീൻസ് ലാബിൽ കിട്ടിയത്, കാൽക്കുലേറ്റഡ് മീൻസ് പേപ്പറിൽ ചെയ്തത്. ഓർ I ഈക്വൽസ് ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ഓർ പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അസോസിയേഷനോ ഡിസോസിയേഷനോ ശേഷമുള്ള ആൾക്കാരുടെ എണ്ണം ബൈ ഈ അസോസിയേഷനും ഡിസോസിയേഷനും നടക്കുന്നതിന് മുന്നുള്ള ആൾക്കാരുടെ എണ്ണം. ഈ 3 തരത്തിൽ വാൻ ഹോഫ് ഫാക്ടറായി നമുക്ക് കണ്ടുപിടിക്കാം. ഇത് വളരെ പ്രധാനമാണ്. നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി ആ ഡെഫിനിഷൻസ് പഠിക്കുക. ഐക്കുള്ള 3 ഡെഫിനിഷൻസ്. ഫസ്റ്റ് എന്താണ്? I ഈക്വൽസ് നോർമൽ മോളാർ മാസ് ബൈ
abnormal molar mass, or I equals observed colligative property by calculated colligative property, or I equals total number of moles of particles after association or dissociation by before association or dissociation. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിന്റ് കൂടെ അത് പറഞ്ഞു തരികയാണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് കേസ് എന്താണ്? അസോസിയേഷൻ. ഈ അസോസിയേഷൻ എടുക്കുമ്പോൾ വാൻ ഹോ ഫാക്ടർ ഐ ആൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കൂ. ഇവിടെ അസോസിയേഷനാണ് നടക്കുന്നത്. നിങ്ങൾ 2 ആൾക്കാരെ എടുത്തു, ശരിയല്ലേ? പക്ഷെ സൊല്യൂഷനകത്ത് ആ 2 പേരും ഒട്ടി അല്ലെങ്കിൽ ചേർന്ന് ഒന്നായിട്ട് മാറി. നിങ്ങൾ എടുത്ത എത്ര പേരെയാണ്? 2 പേരെ. പക്ഷെ 2 പേരും എത്രയായിട്ട് മാറി? ഒരാളായിട്ട് മാറി. അത് അസോസിയേഷനാണ്. അപ്പം എടുത്ത ആൾക്കാരെണ്ണം കൂടുതലും കിട്ടിയത് കുറവല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഐ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അസോസിയേഷൻ്റെ ഫലമായിട്ട് ഐ വാല്യൂ വിൽ ബി ആൾവേസ് ലെസ് ദാൻ എത്രയാണ്? 1 ആയിരിക്കും. ഇക്വേഷൻ നോക്കുക. എൻ എ ഗീവ്സ് എ എൻ. 2 പേര് ഒന്നായിട്ട് മാറി. ഇനിഷ്യൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ ഐ, അത് 1 ആണെന്നിരിക്കട്ടെ. ഫൈനൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ എഫ് എന്ന് പറയുന്നത് ഈ 1ൽ നിന്നും എത്ര പോകും? ആൽഫ പോകും. ഇക്വിലിബ്രിയം +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 മൈനസ് ആൽഫ എന്ന് പറയും. ഇനി അപ്പുറത്തപ്പോൾ എത്ര കിട്ടി? ആൽഫ ബൈ എൻ. കാരണം എൻ ആൾക്കാരെ കിട്ടിയത്. അപ്പോൾ അവിടെ എങ്ങനെ കാണിക്കുക? ആൽഫ ബൈ എൻ എന്ന് കാണിക്കുക. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? ഇവിടുത്തെ 1 മൈനസ് ആൽഫ പ്ലസ് ഇവിടെ ഉണ്ടായ ആൽഫ ബൈ എൻ. വാൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എൻ എഫ് ബൈ എൻ ഐ. ചില ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ബൈ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഫൈനൽ എത്ര പേരുണ്ട്? ദാ ഇവിടെ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ ബൈ ഇനിഷ്യൽ എത്ര പേരുണ്ട്? ഒരാൾ. അപ്പം ബൈ 1, ദാറ്റ് ഈസ് ഈ വാല്യൂന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഡിസോസിയേഷൻ ആണെങ്കിൽ ഐ വിൽ ബി ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാര്യം എന്താ? നിങ്ങൾ എടുത്തത് ഒരാളെ. ഡിസോസിയേഷൻ എന്ന് വെച്ചാൽ ഈ ഒരാൾ സൊല്യൂഷനകത്ത് ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒരുപാട് പേരാവുന്നു. ഇപ്പോൾ എടുത്തത് 1, കിട്ടിയത് 2, 3, 4 പേര്. ഇപ്പോൾ എടുത്തത് ഒറ്റയ്ക്കിരിക്കുന്നു, പക്ഷെ ബ്രേക്ക് ചെയ്ത് ഒരുപാട് പേരായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ എത്ര പാർട്ടിക്കിൾ? 1 ആയിട്ട് എടുക്കാം. ഫൈനൽ എത്ര കിട്ടും? 1 മൈനസ് ആൽഫ പ്ലസ് ഇവിടെ എൻ ആൽഫ. കാര്യം എൻ ടൈംസ് ആൽഫയാണ്. നേരത്തെ എൻ ബൈ ആൽഫയാണ്, ഇവിടെ എൻ ആൽഫ. ഇനി വാൻ ഹോ ഫാക്ടർ ഐ എന്ന് പറയുന്നത് എൻ എഫ് ബൈ എൻ ഐ. ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ ഇത്രയും പേര് ബൈ ഇനിഷ്യൽ ഒരാൾ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ഇതും കൂടെ പഠിച്ചോണം. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. കാര്യം ഇത്രയും നാൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മോളാർ മാസ് കണ്ടുപിടിച്ചപ്പോൾ ചിലപ്പോൾ പേപ്പർ കിട്ടിയ വില അവിടെ കിട്ടാറില്ല, ലാബിൽ കിട്ടാറില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വാൻ ഹോഫ് എന്ത് കൊണ്ടുവന്നു? ഒരു ഫാക്ടർ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് വാൻ ഹോ ഫാക്ടർ. അതിൻ്റെ സിമ്പിൾ എന്താണ്? ഐ ആണ്. ഈ ഫാക്ടർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻസ് തെറ്റില്ലാത്ത ഇക്വേഷനായിട്ട് മാറും. അതിന് വേണ്ടിയാണ് വാൻ ഹോഫ് എന്ത് ചെയ്തത്? ഐ എന്നുള്ള ഫാക്ടർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച എക്സ്പ്രഷൻസ് ഒന്ന് മോഡിഫൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ച ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ പഠിച്ചു P01 മൈനസ് P1 ബൈ P01 സമം N2 ബൈ N1 എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ ഡെറൈവ് ചെയ്താണ് W2 ബൈ M2 നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ ടേമിനെ എന്ത് വെച്ച് ഗുണിക്കുന്നു? വാൻ ഹോ ഫാക്ടറായ ഐ വെച്ച് ഗുണിക്കുന്നു. ഇങ്ങനെ ഗുണിച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉറപ്പായും പേപ്പറിൽ കിട്ടിയ വില തന്നെ എവിടെ കിട്ടും? ലാബിൽ കിട്ടും. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായി കാണും. നമ്മൾ പഠിച്ച സെക്കൻഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ അവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വെച്ച് ഗുണിക്കുക? ഐ വെച്ച് ഗുണിച്ചാൽ പേപ്പറിൽ കിട്ടിയ വില ലാബിൽ കിട്ടത്തില്ലേ? ഇതാണ് എന്തിൻ്റെ പ്രാധാന്യം? വാൻ ഹോ ഫാക്ടറിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻറ്റു എം എന്നാണ് പഠിച്ചത്. പക്ഷെ ഫ്രണ്ട് എന്ത് കൊടുക്കുന്നു? ഐ. അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽസ് ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഈക്വൽസ് ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. അപ്പോൾ എല്ലാ ടേമിൻ്റെയും റൈറ്റ് സൈഡ് നമ്മൾ എന്ത് വെച്ച് ഗുണിക്കുന്നു? ഐ വെച്ച് ഗുണിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഓസ്മോട്ടിക് പ്രഷർ, ദറ്റ് ഈസ് പൈ ഈക്വൽസ് N2 ഇൻറ്റു ആർ ടി ബൈ വി എന്നായിരുന്നു.
ഈ പ്രശ്നം ഒഴിവാക്കാൻ അവിടെ നമ്മൾ എന്ത് ചൂണ്ടിക്കുന്നു? ഐ വെച്ച്. ദറ്റ് ഈസ് പൈ ഈക്വൽസ് ഐ ഇൻറ്റു N2 ഇൻറ്റു RT/V. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് സൊല്യൂഷൻസ് തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്കിൻ്റെ കണക്കുകളൊന്ന് വർക്കൗട്ട് ചെയ്യണം. അതിന് വേറൊരു ക്ലാസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. ഓക്കെ.